ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരോട് കൂടെ ആയിരിക്കുമ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതം പൂർത്തിയാക്കുവാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദൂഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെ അല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അവരെ അങ്ങ് സത്യത്തിൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടിയാണ് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ പരിശുദ്ധ സുവിശേഷം. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെ, എൻ്റെ കൂടെയുള്ള എൻ്റെ ശിഷ്യന്മാരെ അങ്ങ് വിശദീകരിക്കണമേ, അങ്ങ് കാത്തു പരിപാലിക്കണമേ എന്നാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, പിന്നെയോ എൻ്റെ ശിഷ്യഗണത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതാ വരുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് വേണ്ടി അനുഗ്രഹ ദാനങ്ങൾ ചൊരിയുവാൻ യേശു ഇതാ കാത്തു നിൽക്കുന്നു. യേശുവിൻ്റെ കരുണയും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം നമുക്കുള്ളതാണ്. നാം അത് മനസ്സിലാക്കണം. എത്ര വലിയ ദാനമാണ് ഈശോയുടെ പ്രാർത്ഥന. ഈശോയുടെ പൊന്നുമക്കൾക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവരെ സംരക്ഷിക്കണമേ, കാത്തു പരിപാലിക്കണമേ എന്ന്. ഈശോ പറയുകയാണ്, എല്ലാ ദുഷ്ടതയിൽ നിന്നും അവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഈശോയുടെ പ്രാർത്ഥന. അവരെ സംരക്ഷിച്ചു കൊള്ളണമേ. ഒരമ്മ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, കുഞ്ഞ് വീഴുമ്പോഴും അമ്മ ഓടിയെത്തുന്നു, കുഞ്ഞ് കരയുമ്പോഴും അമ്മ ഓടിയെത്തുന്നു. അമ്മയുടെ സ്നേഹത്തെക്കാളും വലിയ ഒരു സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഈശോയുടെ സ്നേഹം എത്ര വലിയതാണെന്ന് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുവാനും ഉള്ള ഏറ്റവും നല്ല ഒരു വിഷയം തന്നെയാണ് ഈശോയുടെ പ്രാർത്ഥന. ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയാണ് ഇന്നത്തെ വിശുദ്ധ ലിഖിതം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ധ്യാനിക്കാം. ഈ പരിശുദ്ധ സുവിശേഷത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട്, ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോയുടെ കുരിശിൻ ചോട്ടിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് കൈകൾ കൂപ്പി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങളിലും വേദനകളിലും കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
സുഹൃത്തുക്കളും ബന്ധുക്കളും പരസ്പരം സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ മുൻപിലുണ്ട്. ഈശോയോട് കൈകൾ കൂപ്പി നല്ല തമ്പുരാനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ വചനങ്ങളെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.